ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്, എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സങ്കടങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു കാലം, പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ മക്കൾക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ നമ്മുടെ പപ്പായ്ക്ക്, അല്ലെങ്കിൽ മമ്മിക്ക്, അല്ലെങ്കിൽ ചാച്ചന്, അമ്മച്ചിക്ക്, വല്യപ്പന്, വല്യമ്മയ്ക്ക് രോഗം, അത്രയേറെ സ്നേഹം. അപ്പോൾ നമുക്ക് സങ്കടമാകും. അതുമല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പരാജയപ്പെട്ടു, കൃഷി പരാജയപ്പെട്ടു, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ, എല്ലാ ഇടത്തും വലത്തും ഞെരുക്കങ്ങൾ. അപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ വിങ്ങിപ്പെടുന്നൊരു വേദനയുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് ആ കണ്ണുനീരിൽ കർത്താവ് സഹായിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 17-ാമത്തെ ലിഖിതം, നിൻ്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യതാനുസൃതം 1-2 ദിവസം ദുഃഖം ആചരിക്കുക, പിന്നെ ആശ്വസിക്കുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ, ദുഃഖം വന്നാലും കർത്താവ് എന്നെ ആശ്വസിപ്പിക്കും, ഇതിൽ നിന്ന് എന്നെ കർത്താവ്, ഈ സങ്കടത്തിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കുമെന്ന പ്രത്യാശയോടുകൂടെ ആശ്വസിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.